ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഇത് അവൻ്റെ ശബ്ദം ഇന്ന് നിങ്ങൾക്കായി. അവൻ നിനക്ക് ഗുണം ചെയ്യും. ആവർത്തനം 30:5. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. മോശയുടെ രണ്ടാമത്തെ മോട്ടിവേഷൻ സ്പീച്ചാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. സംസാരിക്കുന്നത് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട രണ്ടാം തലമുറയോടാണ്. യുദ്ധപ്രാപ്തരായി പുറപ്പെട്ടവരായ 20 വയസ്സിന് മുകളിലുള്ള വിദ്രോഹികളായ എല്ലാവരും മരിച്ചു മണ്ണടഞ്ഞു. 2 പേരൊഴികെ. ഒരു പുതു തലമുറയെ ദേശത്ത് ആചരിക്കേണ്ട നിയമങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നന്മയും തിന്മയും അനുഗ്രഹവും ശാപവും നിരത്തിവെച്ചിട്ട് തിരഞ്ഞെടുപ്പിനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് അവർ കനാനിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക് പോകാനുള്ള സാധ്യത 100% ഉണ്ടെന്ന് അവരെ അറിയിക്കുകയാണ്. അന്യദൈവങ്ങളെ ആരാധിച്ചാൽ അടിമകളായി കൊണ്ടുപോകപ്പെടും എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ സംഭവിച്ചത് നമുക്ക് ചരിത്രത്തിൽ നിന്ന്, പ്രവചന പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. പിതാക്കന്മാരുടെ അവകാശ ദേശത്തേക്ക് മടക്കി വരുത്തും, നിനക്ക് ഗുണം ചെയ്യും, പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. ഇത് സ്വമേധയാ സംഭവിക്കുന്ന കാര്യമല്ല. ഒരു അടിമത്തത്തിന് ഒരു വിടുതൽ എന്നല്ല. അവൻ്റെ വാക്ക് കേട്ടനുസരിക്കണം, മാനസാന്തരപ്പെടണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. ഇതിൻ്റെ പ്രതിപ്രവർത്തനമാണ് വിടുതൽ, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ദേശത്തിലേക്ക് മടങ്ങി വരുവാൻ, നന്മ പ്രാപിക്കൽ. ഇസ്രായേൽ ബാബോനിലെ പ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്നത് അവർ അനുതപിച്ചതിനാലും ദൈവത്തിലേക്ക് മടങ്ങി വന്നതിനാലുമാണ്. നമുക്കും അങ്ങനെ ചെയ്യാം. ദേശം കൈവശപ്പെടുത്താം, പിതാക്കന്മാരെക്കാൾ വർദ്ധിപ്പിക്കും എന്ന് അവൻ്റെ വാഗ്ദത്തമാണ്. നമുക്ക് ഗുണം ചെയ്യുമെന്ന് അവൻ്റെ വാഗ്ദത്തമാണ്. അവനിൽ വിശ്വസിക്കാം. അവൻ നമ്മെ ധാരാളമായി